വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എ.കെ.ബി. നായർ. പാദപൂജയുടെ മാഹാത്മ്യത്തെപ്പറ്റി പുരാണങ്ങളിൽ ധാരാളം പരാമർശങ്ങളുണ്ട്. വൃന്ദാവനത്തിലെ പശുക്കളെയും ഗോപാലന്മാരെയും ബ്രഹ്മാവ് ഒരിക്കൽ തൻ്റെ മായ കൊണ്ട് അപ്രത്യക്ഷമാക്കി. യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ തൻ്റെ യോഗമായ വൈഭവത്താൽ അപ്രത്യക്ഷമാക്കിയ പശുക്കളെയും ഗോപന്മാരെയും അതേപോലെ പുനഃസൃഷ്ടിച്ച് ബ്രഹ്മാവിനെ നാണം കെടുത്തി. തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ ബ്രഹ്മാവ് കുറ്റബോധത്തോടെ വൃന്ദാവനത്തിൽ ഇറങ്ങിച്ചെന്ന് ശ്രീകൃഷ്ണനെ സ്തുതിച്ച് പാദനമസ്കാരം നടത്തിയ സംഭവം ശ്രീമദ് മഹാഭാഗവത്തിൽ വേദവ്യാസ മഹർഷി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉദ്ധരിക്കുന്നു. ഇത്യവിദിഷ്ടോയ ഭൂമാനം ത്രീ പരിക്രമ്യ പാദയോ നത്വാഭിഷ്ടം ജഗദ്ധാത സ്വധാമ പ്രത്യപദ്യതേ. മഹാഭാഗവത്തിലെ ദശമസ്കന്ധത്തിലാണ് ഈ പരാമർശം. ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദകമലങ്ങളെ 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തോടെ സത്യലോകത്തേക്ക് ബ്രഹ്മാവ് പോയി എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം. ഭൂമിയിൽ ചവിട്ടി നിൽക്കുന്ന മനുഷ്യനായ ശ്രീകൃഷ്ണൻ്റെ കാൽക്കൽ ഭൂമി സ്പർശിക്കാതെ നിൽക്കുന്ന ദേവനായ താൻ എങ്ങനെ നമസ്കരിക്കുമെന്ന ആശങ്ക ബ്രഹ്മാവിൽ ആദ്യമുണ്ടായിരുന്നു. ദേവന്മാർ ഭൂമിയിൽ ചവിട്ടാറില്ലല്ലോ. പിന്നീട് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദം പതിച്ച ഭൂമിയിൽ സ്പർശിച്ച് ഭഗവത് പാദത്തിൽ ബ്രഹ്മാവ് നമസ്കരിക്കുകയാണ് ഉണ്ടായത്. ശ്രീനാരായണീയം മഹാകാവ്യത്തിൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദമൂലത്തിലാണ് തൻ്റെ കൃതി ഭക്തിപുരസരം സമർപ്പിച്ചതെന്ന് ആ കൃതിയിലെ 100-ാം ദശകത്തിലെ 10-ാം ശ്ലോകത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ സാരം ഇതാണ്: യോഗീശ്വരന്മാർക്ക് അങ്ങയുടെ ശരീരാവയവങ്ങളിൽ വെച്ച് ഏറ്റവുമധികം പ്രിയമുള്ളതും മോക്ഷത്തെ കാക്ഷിക്കുന്നവർക്ക് ആശ്രയവും ഭക്തന്മാർക്ക് അവിഷ്ടങ്ങൾ നൽകുന്നതിനാൽ കൽപ്പവൃക്ഷത്തളിരും ആയ അങ്ങയുടെ പാദമൂലം ഗുരുവായൂരപ്പ എൻ്റെ ദുഃഖത്തെ അകറ്റി എനിക്ക് ബ്രഹ്മാനന്ദലക്ഷ്മിയായ മുക്തിയെ പ്രദാനം ചെയ്താലും. പ്രസ്തുത വിശദീകരണത്തിൽ അവയവങ്ങളിൽ ശ്രേഷ്ഠത പാദങ്ങൾക്കാണെന്ന് വ്യക്തമാകുന്നു. മാതാപിതാക്കളുടെയും ഗുരുശ്രേഷ്ഠന്മാരുടെയും പാദങ്ങൾ പൂജിക്കുന്നത് ഐശ്വര്യത്തിനും പുണ്യത്തിനും കാരണമായിത്തീരുന്നുവെന്ന് ധർമ്മശാസ്ത്രങ്ങളും പുരാണങ്ങളും ഉദ്ഘോഷിക്കുന്നു. ശ്രീരാമൻ തൻ്റെ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ പാദപൂജ നടത്തിയ സംഭവം അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ തുഞ്ചത്താചാര്യൻ വിശദീകരിച്ചതിങ്ങനെയാണ്: ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ രത്നാസനവും കൊടുത്തിരുത്തി തഥാ പത്നിയോടുമതി ഭക്ത്യാരഘൂത്തമൻ പുൽക്കലശസ്ഥിത നിർമ്മലവാരിണ തൃക്കാൽ കഴുകിച്ചു പാദാബ്ജതീർത്ഥവും ഉത്തമാങ്കേനാധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളി ചെയ്തു പുണ്യവായനായേനടിയനദീവകെ പാദോദക തീർത്ഥം ധരിക്കയാൾ. ആചാര്യനെ രത്നസിംഹാസനത്തിലിരുത്തി ദണ്ഡനമസ്കാരം ചെയ്ത് പത്നിയോടൊപ്പം ശ്രീരാമൻ ഗുരുപാദങ്ങളെ പുണ്യനദികളിലെ ജലത്താൽ കഴുകി അതിനുശേഷം ആ ജലത്തെ തൻ്റെ ശിരസ്സിൽ ഭക്തിപൂർവം ധരിച്ചു. സന്തോഷത്തോടെ ഗുരുവിനോട് അങ്ങയുടെ പാദപൂജ നടത്തിയ തീർത്ഥം ധരിച്ച് താൻ വിശുദ്ധനും പുണ്യവാനുമായെന്ന് ശ്രീരാമൻ പറഞ്ഞു. ഗുരുവിൻ്റെ പാദങ്ങളെ പൂജിക്കുന്നതിൻ്റെ മഹത്വമാണ് ശ്രീരാമൻ സ്വയം തൻ്റെ ഗുരുവിൻ്റെ പാദപൂജ നടത്തിയതിലൂടെ ലോകത്തിന് വ്യക്തമാക്കിയത്. പ്രശസ്ത സംസ്കൃത പണ്ഡിതനായ ദുർഗാചാര്യൻ പാദം എന്ന ശബ്ദത്തിന് നൽകിയ അർത്ഥം ഇതാണ്: മണൽത്തരികളിൽ പതിക്കുമ്പോൾ സ്വന്തം രൂപം സൃഷ്ടിക്കുന്നതുകൊണ്ട് പാദം എന്ന് പറയുന്നു. ദേവതമാരുടെയും ഗുരുവിൻ്റെയും മാതാപിതാക്കളുടെയും പാദങ്ങൾ പതിഞ്ഞ സ്ഥാനത്ത് അവരുടെ രൂപം സൃഷ്ടിക്കപ്പെടുന്നുണ്ടെന്ന കാരണത്താലാണ് അവർ സഞ്ചരിച്ച സ്ഥലങ്ങൾ പുണ്യസങ്കേതങ്ങളായി ജനങ്ങൾ കണക്കാക്കുന്നത്. യോഗശാസ്ത്രപ്രകാരം മനുഷ്യൻ്റെ ചൈതന്യം ഏറ്റവും കൂടുതലായി കേന്ദ്രീകരിച്ചിരിക്കുന്നത് അവൻ്റെ പാദങ്ങളിലാണ്. ഗുരുവിൻ്റെയും മാതാപിതാക്കന്മാരുടെയും ചൈതന്യം അവരുടെ പാദങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ് ശിഷ്യന്മാരും മക്കളും അവരുടെ പാദങ്ങളെ പൂജിക്കുന്നതും നമസ്കരിക്കുന്നതും. എ.കെ.ബി. നായർ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.